വേർപിരിഞ്ഞെങ്കിലും പരസ്പരമുള്ള ബഹുമാനം കൈവിടാതെയാണ് മനോജ് കെ ജയനും ഉർവശിയും മുന്നോട്ടു പോകുന്നത്. ദാമ്പത്യ ജീവിതത്തിൽ ഏറെ താളപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം തെറ്റുകളായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞ ഇരുവരും ഇപ്പോൾ മകളുടെ കാര്യത്തിൽ എല്ലാത്തിനും ഒന്നിച്ചാണ് നിൽക്കുന്നത്. അച്ഛൻ്റെയും അമ്മയുടെയും വേർപിരിയൽ കുഞ്ഞാറ്റയുടെ കുഞ്ഞു മനസ്സിലേൽപ്പിച്ച മുറിവുകൾ ഒരുപാടാണെന്ന് ഇരുവരും തിരിച്ചറിഞ്ഞ ശേഷം ഒരിക്കൽ പോലും പിന്നീട് മകളെ വേദനിപ്പിക്കുന്ന യാതൊന്നും ഇരുവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. വേർപിരിയലിന് ശേഷം മകൾക്ക് വേണ്ടിയായിരുന്നു മനോജ് കെ ജയൻ ജീവിച്ചത്. അവളെ സ്കൂളിലാക്കിയപ്പോൾ അവളുടെ സൗകര്യത്തിന് വേണ്ടി സ്കൂളിനടുത്ത് തന്നെ വീട് വാങ്ങി അവിടേക്ക് താമസം മാറ്റിയ മനുഷ്യൻ കൂടിയാണ് അദ്ദേഹം. ഇപ്പോഴിതാ മകളുടെ ആഗ്രഹപ്രകാരം തന്നെ അവൾ സിനിമാ പ്രവേശനത്തിന് ഒരുങ്ങുകയാണെന്ന സന്തോഷ വാർത്ത മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ അവതരിപ്പിച്ച മനോജ് കെ ജയൻ പിന്നാലെ വിങ്ങിപ്പൊട്ടുകയായിരുന്നു. സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹം മകൾ പറഞ്ഞപ്പോൾ ആദ്യം ഇക്കാര്യം അമ്മയെ അറിയിക്കണമെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞതും ഒരു വേള വാക്കുകൾ ഇടറിപ്പോയതും. മകളുടെ ഒരു ഇഷ്ടത്തിനും എതിരു നിൽക്കാത്ത അച്ഛനാണ് മനോജ് കെ ജയൻ. അവളെ പഠിപ്പിച്ച് വിവാഹപ്രായം എത്തുമ്പോൾ നല്ലൊരു ചെറുക്കനെ കണ്ടെത്തി വിവാഹം കഴിപ്പിക്കണമെന്നതായിരുന്നു മനോജ് കെ ജയന്റെ ആഗ്രഹം. എന്നാൽ +2 കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂരിലെ ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കണമെന്ന ആഗ്രഹമാണ് കുഞ്ഞാറ്റ അച്ഛനെ അറിയിച്ചത്. ബാംഗ്ലൂരൊക്കെ വേണോ എന്ന അച്ഛൻ്റെ ചോദ്യത്തിന് അതാണ് ഇഷ്ടമെന്ന് കുഞ്ഞാറ്റ പറഞ്ഞപ്പോൾ സമ്മതം മൂളുകയായിരുന്നു അദ്ദേഹം. പഠനം കഴിഞ്ഞ് അവിടെ ജോലി ചെയ്യണമെന്നും പറഞ്ഞു. അങ്ങനെ ജോലിയും ചെയ്തു. അങ്ങനെ അടുത്ത ഘട്ടമായ വിവാഹത്തിൻ്റെ കാര്യം മകൾ പറയുമെന്ന് നനച്ചിരിക്കെയാണ് എനിക്ക് സിനിമ ഇഷ്ടമാണ്, സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹം കുഞ്ഞാറ്റ മനോജ് കെ ജയന്റെ ഭാര്യയായ ആശയോട് പങ്കുവെക്കുന്നത്. അച്ഛനോട് നേരിട്ട് പറയാനായിരുന്നു ആശയുടെ നിർദ്ദേശം. അങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ അച്ഛനോട് കുഞ്ഞാറ്റ നേരിട്ട് പറയുന്നത്. പൂർണ്ണ സമ്മതമായിരുന്നു മനോജിന്. ആരോടെങ്കിലും ചാൻസ് വിളിച്ച് ചോദിക്കുക എന്നത് സാധ്യമല്ലാത്തതിനാൽ ഒരു ഇന്റർവ്യൂ കൊടുക്കാമെന്നായിരുന്നു മനോജിന്റെ നിർദ്ദേശം. അതോടൊപ്പം തന്നെ ഇക്കാര്യം അമ്മയെ അറിയിക്കുകയും വേണം. അതിനുവേണ്ടി ചെന്നൈയിൽ പോയാലും കുഴപ്പമില്ല. ഉർവശിയോട് പോയി പറഞ്ഞ് അവരുടെ അനുഗ്രഹം വേണം ആദ്യം വാങ്ങാൻ. കാരണം മോളുടെ അമ്മ തെന്നിന്ത്യ കണ്ട ഏറ്റവും വേഴ്സിറ്റാലിറ്റിയുള്ള നടിയാണ് എന്നായിരുന്നു മനോജ് കെ ജയൻ പറഞ്ഞത്. പിന്നാലെ പഴയ ഓർമ്മകളിലേക്ക് പോയ അദ്ദേഹത്തിന്റെ കണ്ണുകൾ പെട്ടെന്ന് നിറയുകയും ഒരു നിമിഷം പറയാൻ വാക്കുകൾ കിട്ടാതെ തലകുനിക്കുകയുമായിരുന്നു അദ്ദേഹം. തുടർന്ന് വീണ്ടും മൈക്കെടുത്ത് അങ്ങനെ ഒരാളുടെ മകളാണ്, അപ്പോൾ ചെന്നൈയിൽ പോയി അനുഗ്രഹം വാങ്ങണമെന്ന് പറഞ്ഞു. വിട്ടു. ഞാൻ എപ്പോഴും ഇമോഷണലാണ്, എപ്പോഴും അങ്ങനെയാണ്. മോളുടെ കാര്യങ്ങൾ വരുമ്പോഴൊക്കെ ഞാൻ അങ്ങനെയാകുമെന്ന് വിറയാർന്ന ശബ്ദത്തോടെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അച്ഛൻ്റെ തോളിൽ തട്ടി ചേർത്ത് പിടിച്ചും കോർത്തു പിടിച്ച കയ്യിൽ ഉമ്മ വെച്ചും അച്ഛൻ്റെ സ്നേഹത്തിന് മറുപടി നൽകുകയായിരുന്നു കുഞ്ഞാറ്റ ചെയ്തത്. ഇക്കാര്യം പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെയാണ് അവളുടെ അമ്മ സമ്മതിച്ചത്. അങ്ങനെയായി ഇന്റർവ്യൂ ചെയ്തു. പിന്നാലെ കുറച്ചുപേർ വിളിക്കുകയും ചെയ്തു. മകളുടെ പുതിയ ചിത്രത്തിന്റെ കഥ പറയുവാൻ സിനിമയുടെ അണിയറ പ്രവർത്തകർ വിളിച്ചപ്പോൾ ആദ്യം ഉർവശിയെ കഥ കേൾപ്പിക്കണമെന്നായിരുന്നു മനോജിന്റെ മറുപടി. സ്ത്രീ കേന്ദ്രീകൃതമായ ഒരു സിനിമയാണിത്. അപ്പോൾ അവരുടെ അത്രയും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും സിനിമ സെലക്ട് ചെയ്യുവാൻ നമുക്കറിയില്ലല്ലോ എന്നായിരുന്നു മനോജ് പറഞ്ഞത്. അങ്ങനെ ഉർവശി കഥ കേട്ടു. പിന്നീട് മനോജും. രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. കുഞ്ഞാറ്റയ്ക്കും. അങ്ങനെ സിനിമ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. മാത്രമല്ല മനോജിന്റെ അച്ഛൻ്റെ ആഗ്രഹം കൂടിയാണ് ഇപ്പോൾ പൂവണിയാൻ പോകുന്നത്. സംഗീതജ്ഞനായ മനോജ് കെ ജയന്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കുഞ്ഞാറ്റ സിനിമയിൽ അഭിനയിക്കണമെന്നതും അവളുടെ കഴിവുകൾ ലോകം കാണണമെന്നതും. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.